എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പേരക്കുട്ടിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനോ ഇവളോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങോട്ട് എടുത്ത് ചാടിയിട്ടാണ്, അല്ലെങ്കിൽ കണക്ക് പറയും. കേട്ട് കേട്ട് മനുഷ്യന്റെ തല പെരുത്തിക്കണ് ഇതൊക്കെ കേട്ടിട്ട്. വല്യമ്മ ഇത്തല്ലേ പറഞ്ഞിന്ന് അമ്മായിയും കൂടി വരുന്നുള്ളത്? ആ, അവള് വരണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേങ്കിലേ നേരം വെളുത്ത് നോക്കുമ്പോളേ ചുട്ടു പൊള്ളണ പനി. അപ്പൊ ഞാനാ പറഞ്ഞത് വരണ്ടാന്നുള്ളത്. മാറിയാലേ നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരികയാണെന്നുണ്ടെങ്കിലേ വരട്ടെ, മാറിയിട്ട് വന്നാ മതിന്ന് ഞാൻ പറഞ്ഞിരിക്കണത്. അല്ല, കുഞ്ഞോൾ എപ്പോഴാ വരവ്? നേരം വെക്കുവോ? എന്തായാലേ ഓള് വന്നിട്ടൊന്ന് ചോദിച്ചു നോക്കണം എന്താണ് ഓള് ഈ പൈസ ഇട്ട് കാട്ടണെന്നുള്ളത്. ഇന്നോട് ഏതായാലേ തറുതാലും ഓള് പറയില്ലല്ലോ, നിങ്ങളോട് രണ്ടാളോടല്ലേ പറയുള്ളൂ. ഇന്നോട് ഇപ്പൊ ഏതായാലും ഓൾ അങ്ങനെ പറയില്ല. നിന്റെ എത്ര കൊല്ലത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് നാളെ സഫലാവാൻ പോണെന്ന് അറിയാൻ എനിക്ക് ഇല്ല. ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. എന്ന് പറയണം. ആധാരം ബാങ്കിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഹിമ്മ അറിയന്നെ വേണ്ടേ? ഹിമ്മാന്റെ ഒപ്പുണ്ടെങ്കിലല്ലേ ആധാരം കിട്ടുള്ളൂ. ഈ ഒരു മുതലേ വീട്ടിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എല്ലാ കാര്യത്തിലും പിഷ്കത്രം കാണിച്ചത്. ഇപ്പൊ ഏതായാലും ഇക്കേ പിഷ്കിന്നുള്ളേ പേര് വീണിക്കണ്. ഇനിക്കിൻ്റെ ഉമ്മൂട്ടിക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കണം. പാവം കുറെ അതിനോടൊരു ഫോണിന് പറഞ്ഞു, പക്ഷെ എല്ലാം കൂടി എത്തിപ്പോണ്ടടി. അതാ പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയും. അതാണ്. എന്നാലേ ഞാൻ വെക്കട്ടാ, ഞാൻ വീടിന്റെ അടുത്തെത്തിയടി, ഞാൻ പിന്നെ വിളിക്കടി. ഞാൻ നാളെ ലീവാണ് കേട്ടോ. ഉമ്മാനെ കൂട്ടി ബാങ്ക് പോണം. നിന്റെ ഉപ്പാന്റെ വയർപ്പിന്റെ മുതലാണ് നാളെ ഞങ്ങൾ ഈ കൈ കിട്ടാൻ പോണേ. എന്നാ ശരിയടി, ഞാൻ വീട് എത്തിക്കണേ, ഞാൻ പിന്നെ വിളിക്കാം. വല്യമ്മ ഞാനൊരു ഫോൺ വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഇത്താക്ക് വാങ്ങി തരാൻ വയ്യ. ഡി മിണ്ടാതിരിക്കടി. ഞാൻ പറയുമ്മ, എന്തിനങ്ങനെ ഉമ്മത്താനെ പേടിക്കണത്? കുടുംബം മൊത്തേ ഇത്തയാണ് നോക്കണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ത ജോലിക്ക് പോണത്. ഈ കുടുംബത്തിലെ അവസ്ഥയെ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ.